സ്റ്റുഡൻസ്, ഈസി മാത്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റിജേഴ്സ് ചാപ്റ്റർ, ക്ലാസ് 6 ഇൻറ്റിജേഴ്സ് ചാപ്റ്ററിലെ എക്സസൈസ് 6.2 ആണ്. അപ്പോൾ എക്സസൈസ് 6.2ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദ നമ്പർ ലൈൻ റൈറ്റ് ദ ഇൻറ്റിജർ വിച്ച് ഈസ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 മോർ ദാൻ 5 ആണ്. അതായത് നമ്മൾ നമ്പർ ലൈൻ വെച്ച് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ലൈന് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് നമ്പർ ലൈന്. അതായത് 0 മിഡിലിൽ 0 ആണ്, പോസിറ്റീവ് നമ്പർ റൈറ്റ് സൈഡിലുണ്ട്, നെഗറ്റീവ് നമ്പർ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മോർ ദാൻ 5, അതായത് 5നേക്കാളും 3 മോർ ദാൻ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ലൈന് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ 5 എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലാണ് നമ്മൾ 5 മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് 5 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 5നേക്കാളും 3 മോർ ദാൻ. അപ്പോൾ 5ൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്യുക, അതായത് 3 ടൈംസ്, അതായത് 1 2 3. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്ത നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ആൻസർ 8. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 മോർ ദാൻ -5 ആണ്. 5 മോർ ദാൻ -5. അപ്പോൾ ഇവിടെയും നമ്പർ ലൈന് വരയ്ക്കുക. മിഡിലിൽ 0 ഉണ്ട്, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സാണ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മോർ ദാൻ -5 ആണ്. അപ്പം -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. -5നേക്കാളും 5 മോർ ദാൻ ആണ്. അപ്പം -5ൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് 5 ടൈംസ് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5. ഓക്കെ, നമ്മൾ എൻഡ് ചെയ്യുന്ന നമ്പർ എത്രയാണ്? 0ലാണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ 0 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ആണ്. 6 ലെസ് ദാൻ 2 ആണ്. 6 ലെസ് ദാൻ 2. അപ്പോൾ 6 എന്ന് പറയുന്നത് 6, അതായത് ലെസ് ദാൻ 2, അതായത് 2നേക്കാളും ലെസ് ദാൻ ആണ് 6. അപ്പോൾ 2 എന്ന് പറയുന്നത് എവിടെയുള്ളത്? നമ്മുടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ 2ൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിലാണ് നമ്മൾ 6 ടൈംസ് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, 2ൽ നിന്ന് ലെഫ്റ്റിലേക്ക് 6 ടൈംസ് നമ്മൾ ജമ്പ് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്ത നമ്പർ എത്രയാ? -4. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -4 ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ലെസ് ദാൻ -2 ആണ്. 3 ലെസ് ദാൻ -2. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ -2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. -2ൽ നിന്ന് 3 ലെസ് ദാൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3 ടൈംസ് നമ്മൾ ജമ്പ് ചെയ്യുക. 1 2 3. നമ്മൾ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? -5 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -5 ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 2, യൂസ് നമ്പർ ലൈൻ ആൻഡ് ആഡ് ദ ഫോളോയിങ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9 ± 6 ആണ്. 9 ± 6. അപ്പോൾ ഈ ഒരു ഇൻറ്റിജർ നമുക്ക് എങ്ങനെയാണ് നമ്പർ ലൈനിൽ ആഡ് ചെയ്യുക? അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. നമ്പർ ലൈനിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 1 2 3 എക്സെട്ര റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9 ± 6 ആണ്. അപ്പോൾ 9ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നോക്കുക, -6 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ -6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും
ആലോചിക്കുക. -6 എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 9ൽ നിന്ന് 6 ടൈംസ് ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യുക. അതായത് 1 2 3 4 5 6. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്ത നമ്പർ എത്രയാണ്? നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത് 3യിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആൻസർ 3 ആണ്. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 + -11 ആണ്. 5 + -11. അപ്പോൾ 5 + -11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്പർ ലൈന് വരച്ച് അതിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്ത് 0 1 2 3 എക്സെട്ര റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5ൽ നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് +5ൽ നിന്ന് ഇവിടെയും -11 ആണ്. അപ്പോൾ -11 ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റിലാണ് നമ്മൾ ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്തിട്ട് എവിടെ എൻഡ് ചെയ്തിട്ടുള്ള നമ്പർ -6 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്താണ്? -6. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -1 + -7 ആണ്. -1 + -7. അപ്പോൾ ഇവിടെ നമ്പർ ലൈന് നമ്മൾ നേരത്തെ വരച്ച പോലെ വരയ്ക്കുക. -1 എന്ന് പറയുന്നത് നമ്മളെ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. -7 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ -1ൽ നിന്ന് 7 ടൈംസ് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 4 5 6 7. എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ള നമ്പർ എത്രയാ? -8. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -8 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -5 + 10 ആണ്. -5 + 10 ആണ്. ഇവിടെ -5 എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 10 പോസിറ്റീവായിട്ടാണുള്ളത്, അതുകൊണ്ട് നമ്മൾ റൈറ്റിലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ള നമ്പർ എത്രയാണ്? 5 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ 5. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -1 + -2 + -3. അപ്പം ഇവിടെ 3 ഇൻറ്റിജേഴ്സ് ഉണ്ട് അല്ലേ? 3 ഇൻറ്റിജേഴ്സ് നമ്മൾ ഒരു നമ്പർ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് -1ൽ നിന്നാണ്. -1ൽ ആഡ് ചെയ്യുന്നു -2 ആണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ -2 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് 2 ടൈംസ് ജമ്പ് ചെയ്യുക. 1 2. അപ്പോൾ നമ്മളവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. -3ൽ എൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമ്മൾ -3 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തത് ആരെയും ആഡ് ചെയ്യേണ്ടത്? ഇവിടെ ഒരു +-3 ഉണ്ട്. അപ്പോൾ +-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 3 ടൈംസ് ലെഫ്റ്റിൽ ജമ്പ് ചെയ്യുക. 1 2 3. നമ്മളവിടെ എൻഡ് ചെയ്യുന്നത് -6ലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -6 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -2 + 8 + -4. ഇതും 3 ഇൻറ്റിജേഴ്സ് ആണുള്ളത്. ഇതേപോലെ തന്നെ നമ്പർ ലൈന് വരച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്പർ ലൈന് വരച്ചിട്ടുണ്ട്. -2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 8 +8 ആയതുകൊണ്ട് നമ്മൾ റൈറ്റിൽ 8 ടൈംസ് ജമ്പ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8. അപ്പോൾ എവിടെ എൻഡ് ചെയ്തിട്ടുള്ളത്? 6 എന്ന് പറയുന്ന നമ്പറിലാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുകൊണ്ട് നമ്മളെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ? ഇല്ല. അപ്പോൾ നമുക്ക് ഏതും കൂടി ആഡ് ചെയ്യണം? ഏത് നമ്പറും കൂടി ആഡ് ചെയ്യണം? -4. അപ്പോൾ -4 ആയതുകൊണ്ട് വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് 4 ടൈംസ് ജമ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ താഴോട്ടേക്ക് വരയ്ക്കുന്നുണ്ട്. 1 2 3 4. അപ്പോൾ 4
നമ്മൾ എഴുതിയപ്പോൾ 4 എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് ജമ്പ് ചെയ്തിട്ടുള്ളത്, -4 ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എൻഡ് ചെയ്തിട്ടുള്ള നമ്പർ എത്രയാണ്? +2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് നമ്പർ ലൈന് വെച്ച് നമ്മൾ ഇൻഡിജേഴ്സ് ആഡ് ചെയ്യുന്ന മെത്തേഡാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ, ആഡ് വിത്തൗട്ട് യൂസിങ് നമ്പർ ലൈനാണ്. ആഡ് വിത്തൗട്ട് യൂസിങ് നമ്പർ ലൈന്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈൻ ഇല്ലാതെ നമ്മൾ ഇൻഡിജേഴ്സ് ആഡ് ചെയ്യുക? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 11 + -7 ആണ്. 11 + -7. അപ്പോൾ 11 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, 7 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സൈനുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? അപ്പോൾ ഡിഫറെൻറ്റ് സൈനുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്ത് വലിയ നമ്പർ, അതായത് ബിഗ്ഗർ നമ്പറിൻ്റെ സൈൻ എന്താണോ ആ സൈനാണ് നമ്മൾ ആൻസറിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് 11 പോസിറ്റീവും -7 എന്ന് പറയുന്നത് നെഗറ്റീവും ആയതുകൊണ്ട് 11ൽ നിന്ന് 7 മൈനസ് ചെയ്യുക. 11ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ നമുക്കറിയാം ആൻസർ 4 ആണ്. ഇനി ഇവിടെ ബിഗ്ഗർ നമ്പർ 11 ആണ്. 11ൻ്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ +4 ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -13 +18 ആണ്. ഇത് രണ്ടും ഡിഫറെൻറ്റ് സൈനാണ്. ഡിഫറെൻറ്റ് സൈൻ ആയതുകൊണ്ട് 18ൽ നിന്ന് 13 മൈനസ് ചെയ്യുക. 18ൽ നിന്ന് 13 മൈനസ് ചെയ്താൽ 5 ആണ്. അപ്പോൾ നമ്മൾ 5 എഴുതുന്നു. അതിനുശേഷം നമ്മൾ ബിഗ്ഗർ നമ്പർ നോക്കുക. ബിഗ്ഗർ നമ്പർ 18 ആണ്. 18ൻ്റെ സൈന് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെ +5 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, -10 +19 ആണ്. -10ഉം +19ഉം. അപ്പോൾ ഇവിടെയും ഡിഫറെൻറ്റ് സൈനാണ്. ഡിഫറെൻറ്റ് സൈൻ ആയതുകൊണ്ട് 19ൽ നിന്ന് 10 മൈനസ് ചെയ്യുക. 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇവിടെ ബിഗ്ഗർ നമ്പർ 19 ആണ്. ബിഗ്ഗർ നമ്പർ 19 ആയതുകൊണ്ട് അതിൻ്റെ സൈന് പോസിറ്റീവാണ്. +9 എന്ന് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -250 + 150 ആണ്. അപ്പോൾ ഇതും ഡിഫറെൻറ്റ് സൈനാണ്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ് ഉള്ളത്. അപ്പോൾ രണ്ടും സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് 250ൽ നിന്ന് 150 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 100 ആണ്. അതിനുശേഷം ഇവിടെ ബിഗ്ഗർ നമ്പർ നോക്കുക. ബിഗ്ഗർ നമ്പർ 250 ആണ്. 250യുടെ സൈന് നെഗറ്റീവാണ്, അതുകൊണ്ട് നമ്മൾ ആൻസറിൽ നെഗറ്റീവ് എന്ന് കൊടുക്കുക. -100 എന്ന് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് -380 + -270 ആണ്. ഇവിടെ നമ്മൾ സെയിം സൈനാണ് നമുക്ക് രണ്ട് ഇൻഡിജേഴ്സും തമ്മിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സെയിം സൈൻ ആണെങ്കിൽ നമ്മുടെ ഇൻഡിജേഴ്സ് ആഡ് ചെയ്യുന്നേരം ശ്രദ്ധിക്കുക. സെയിം സൈനാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യുക. അതായത് 380ഉം 270ഉം ആഡ് ചെയ്യുക. അപ്പോൾ 380 270 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 650 ആണ്. 650 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ സൈൻ ഇടുക? അപ്പോൾ രണ്ടിൻ്റെ സൈനും സെയിം ആണ്. അതായത് രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആൻസറിൽ നെഗറ്റീവ് കൊടുക്കുക. അതായത് രണ്ടിൻ്റെ സൈനും സെയിം സൈനാണ്. നെഗറ്റീവും ആയതുകൊണ്ട് ആഡ് ചെയ്ത് അതേ സൈന് നമ്മൾ ആൻസറിൽ കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെയാണ്. -217 ± 100. അപ്പോൾ രണ്ടും സെയിം സൈനാണ്. രണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 317 ആണ്. അപ്പോൾ നമ്മൾ സൈൻ ഇടുക നെഗറ്റീവാണ്. സെയിം സൈനാണ്. രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആൻസറിൽ നെഗറ്റീവാണ് ഇടേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ 4, ഫൈൻഡ് ദ സം ഓഫ്. അപ്പോൾ അതിൽ A 137 ആൻഡ് -354 ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള രണ്ട് ഇൻഡിജേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. അതായത് 137 + -354.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് സൈൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക. അതായത് 354 നിന്ന് 137 സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇപ്പോൾ 4 7 നമ്മൾ ബോറോ ചെയ്ത് 7 + 7 14 ആണ്. ഇവിടെ 4 ആണ്. അപ്പോൾ 4ൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 3 മൈനസ് 1 എത്രയാണ്, നമുക്ക് 2 ആണ്. അതായത് 217 ആണ് വരിക. അപ്പോൾ 217 ആൻസർ കംപ്ലീറ്റ് ആയോ? ഇല്ല. 217 എഴുതാം. ഇവിടെ ബിഗർ നമ്പർ 354 ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ -217 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -52 ആൻഡ് 52 ആണ്. അതായത് -52 + 52 ആണ്. ഇവിടെ നമുക്ക് ഒരേ നമ്പറും ഡിഫറെൻറ്റ് സൈനും ആയിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. സെയിം സൈൻ, അതായത് ഡിഫറെൻറ്റ് സൈനും സെയിം നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് 0 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -312, 39 ആൻഡ് 192 ആണ്. അപ്പോൾ ഇവിടെ 3 ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ്, 2 പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം സൈനുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യലാണ് ചെയ്യാറ് നമ്മൾ. അതായത് ഇവിടെ -312 + 39 + 192 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. അതായത് ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുക. അതായത് 39ഉം 192ഉം ആദ്യം നമ്മൾ ആഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഒരു നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? ഈ 39ഉം 192ഉം സെയിം സൈനാണ്, അതായത് പോസിറ്റീവാണ്. അതായത് 192 + 39 ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? 2 + 9 11 + 1 9 + 1 10 10 + 3 13 + 1 1 + 1 2 231 ആണ് നമുക്ക് ഈ 2 നമ്പർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അടുത്തത് എന്താ ചെയ്യേണ്ടത്? -312 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്ന് പോസിറ്റീവ് 231. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് സൈന് വന്നു കഴിഞ്ഞാൽ സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് സൈന് വന്നു കഴിഞ്ഞാൽ സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 312ൽ നിന്ന് 231 മൈനസ് ചെയ്യാം. അപ്പം 1 - 1 1 1 + 1 2 1 ബോറോ ചെയ്യുക. 8 + 3 11 ആണ്. 20 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -81 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് -50, -200 ആൻഡ് 300. അപ്പോൾ -50 + -200 + 300. അപ്പോൾ ഇവിടെ സെയിം സൈൻ ആരൊക്കെയാണ്? -50ഉം -200 ആണ്. അപ്പോൾ അവ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് -200ഉം -50ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -250 ആണ്. ഓക്കെ, അപ്പം -250 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ആരെ ആഡ് ചെയ്യണം? 300 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. അതുകൊണ്ട് +300ൽ നിന്ന് -250 എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ഇവിടെ 300 പോസിറ്റീവ് ആയതുകൊണ്ട് +50 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ആണ്. ഫൈൻഡ് ദ സമ്മിൽ -7 + -9 + 4 + 16 ആണ്. അപ്പോൾ ഇവിടെ 4 ഇൻറ്റിജേഴ്സ് ആണുള്ളത്. 4 ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം സൈനുള്ള നമ്പേഴ്സ് ആരൊക്കെയാണ്? -7 -9 നെഗറ്റീവ് നമ്പേഴ്സാണ്.
+4 +16 അത് പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ -7ഉം +-9ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -16 ആണ് വരിക. ഓക്കെ, +16 + 4 20 ആണ് വരിക. ഓക്കെ, അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് സൈനായി മാറി. -16 +20. അപ്പോൾ -16ഉം +20ഉം ഡിഫറെൻറ്റ് സൈനാണ്. 20യിൽ നിന്ന് 16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ആണ് കിട്ടുക. ഇവിടെ ബിഗർ നമ്പറിൻ്റെ സൈന് പോസിറ്റീവാണ്, അതായത് 20യുടെ സൈന് പോസിറ്റീവാണ്, അതുകൊണ്ട് +4 ആണ് ഇവിടെ ആൻസർ വരിക. അപ്പം നമ്മൾ ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 37 + -2 + -65 + -80. അപ്പം ഇവിടെയും 4 ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഇവിടെ ഒരേ സൈനുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? -2, -65, -8. അപ്പോൾ അവ തമ്മിൽ ആദ്യം ആഡ് ചെയ്യുക. അതായത് 65, 2, 8 ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 8 + 2 10, 10 + 5 15 ആണ്. 1 6 + 1 7, 75 കിട്ടി. ഇനി ആരുണ്ട് ഇവിടെ? 75. അപ്പോൾ ഇവിടെ നമ്മൾ 75 എന്ന് പറയുന്നത് 37, ഇവിടെ 3ഉം നെഗറ്റീവ് ആയതുകൊണ്ട് -75 ആണ് എഴുതുക. അപ്പം 37 - 75 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൈനായി മാറി. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അപ്പോൾ അവ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. 75ൽ നിന്ന് 37 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 38 ആണ് കിട്ടുക. 38 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ? അല്ല, ഇവിടെ -75 ആണ്. വലിയ നമ്പർ, ബിഗ് നമ്പർ 75 ആണ്. അപ്പോൾ മൈനസ് സൈനാണ് നമ്മളിവിടെ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -38 ആണ്. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ എടുത്ത എക്സസൈസെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായി, നെക്സ്റ്റ് എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അതുവരെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.